ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് നിന്റെൻഡോ സ്വിച്ച് 2 ആണ്. ഇത് ഇന്നലെയാണ് റിലീസ് ആയത്. ഞാൻ ഇന്ന് പോയി ഇത് പിക്കപ്പ് ചെയ്താണ്. ഇത് പിക്കപ്പ് ചെയ്യാൻ പോയ ജേണി ഞാനൊരു വേറൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് സംഭവം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. വാവ്, ഇതാണ് നമ്മുടെ മെയിൻ കോൺസോൾ. ഇതിലാണ് എല്ലാ പരിപാടികളും നടക്കുന്നത്. കൊണ്ടൊന്ന് മാറ്റിയേക്കാം. ഇതാണ് പുതിയ ഡിറ്റാച്ചബിൾ മാഗ്നറ്റിക് കൺട്രോളേഴ്സ്. അത് ബ്ലൂ ആണ്, ഇത് റെഡ് വണ്. ഇനി ഈ ബോക്സിൽ എന്താണെന്നുള്ളത് നോക്കാം. ഒരു മാനുവൽ ഉണ്ട്, ഹൈ സ്പീഡ് HDMI കേബിൾ ഉണ്ട്, പിന്നെ നമ്മുടെ ജോയ്കോണിന്റെ 2 അഡാപ്റ്റർ ഉണ്ട്. പിന്നെ ഉള്ളത് ഇതാണ്, ഇത് ജോയ്കോൺസിന്റെ ഒരു അഡാപ്റ്റർ ആണ്. നമുക്ക് ഈ ജോയ്കോൺസ് ഇവിടെ കണക്ട് ചെയ്തിട്ട് നമുക്കിതൊരു ഫുൾ കൺട്രോളർ പോലെ യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു അഡാപ്റ്റർ ഉണ്ട്. പിന്നെ ഇതിന് പവർ കേബിൾ ഉണ്ട്, പവർ ബ്രിക്ക് ഉണ്ട്. വളരെ പ്രീമിയം ആയിട്ടുള്ള പവർ ബ്രിക്ക് ആണ്. കഴിഞ്ഞ ദിവസത്തിനെക്കാട്ടും ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ ഒരു ടൈപ്പ് C to C കേബിൾ ഉണ്ട് ചാർജിങ്ങിന് വേണ്ടി. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഡോക്കിംഗ് സ്റ്റേഷൻ. നമ്മൾ ടിവിയിലൊക്കെ കളിക്കണമെങ്കിൽ ഇത് ടിവിയിൽ കണക്ട് ചെയ്തതിന് ശേഷം ഇതിലാണ് നമ്മുടെ സ്വിച്ച് നമ്മൾ ഡോക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇത് ടിവിയിൽ ബിഗ് സ്ക്രീനിൽ കളിക്കാൻ പറ്റും ഗെയിംസ് ഒക്കെ. നമുക്ക് ഇനി നമ്മുടെ കോൺസോൾ ഒന്ന് അൺറാപ്പ് ചെയ്ത് നോക്കാം, സംഭവം എങ്ങനെയുണ്ടെന്ന്. അൺറാപ്പ് ചെയ്യാണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും സംഭവം ഒരു അടിപൊളി സാധനമാണെന്ന്. ഇത് ഓപ്പൺ ചെയ്ത് എടുത്തു നോക്കാം. ഇതാണ് നമ്മുടെ സ്വിച്ച് 2. നമുക്കിത് പയ്യെ വെച്ച് നമുക്ക് നമ്മുടെ കൺട്രോളേഴ്സ് ഒന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് കൺട്രോളർ മാഗ്നറ്റിക് കൺട്രോളർ ആണ്. നിന്റെൻഡോയുടെ പുതിയ ഡിസൈൻ ആണിത്, മാഗ്നറ്റിക് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഇതാണ് 2 പുതിയ മാഗ്നറ്റിക് ആയിട്ടുള്ള കൺട്രോളേഴ്സ്. നമുക്ക് ഇതിന്റെ കോണ്ടാക്ട് പാഡ്സ് ഈ സൈഡിൽ കാണാൻ പറ്റും. ഇത് മാഗ്നറ്റിക് ആയിട്ട് നമ്മുടെ കോൺസോളുമായിട്ട് കണക്ട് ആവും. നമുക്ക് ഒന്ന് ഫസ്റ്റ് ടൈം നമ്മുടെ ഈ കൺട്രോളേഴ്സ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം, സംഭവം എങ്ങനെയുണ്ടെന്ന്. ഇത് അടുത്തത്. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ സ്വിച്ച് 2. വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു കോൺസോൾ ആണ്. നമുക്കിതൊന്ന് ഫസ്റ്റ് ടൈം ബൂട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടത്. അപ്പൊ ഇതാണ് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞിട്ടുള്ള സ്വിച്ച്. ഇനി നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്യണം. നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്യാം എന്നാല്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിച്ച് 2. മുകളില് ഒരു ടൈപ്പ് C പോർട്ട് ഉണ്ട്, അടിയിലും ഉണ്ട് അതേപോലെ തന്നെ ഒരു ടൈപ്പ് C പോർട്ട്. 2 സ്പീക്കേഴ്സ് ഉണ്ട്, വോളിയം കൺട്രോൾസ് മുകളിലുണ്ട്, പവർ കൺട്രോൾസ് മുകളിലുണ്ട്. ഗെയിം കാർട്രിഡ്ജസ് ഇടുന്ന സ്ലോട്ട് ഇവിടെയാണ്. അതേപോലെ തന്നെ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ഡിറ്റാച്ചബിൾ കൺട്രോളേഴ്സ് ആണ്. വളരെ സാറ്റിസ്ഫൈങ് ആണ് ഡിറ്റാച്ച് ചെയ്യുന്നതും അറ്റാച്ച് ചെയ്യുന്നതും. ക്ലിക്ക് ചെയ്ത് അത് ഡിറ്റാച്ച് ആവും. പിന്നെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മാഗ്നറ്റിക് ആണ്. വളരെ നന്നായിട്ടുള്ളൊരു സെറ്റപ്പാണത്. പിന്നെ ഇതിന്റെ കിക്ക് സ്റ്റാൻഡ് ഉണ്ട് അതിന്റെ ബാക്കില്. നമ്മുടെ ഗെയിം ഇൻസ്റ്റാൾ ആയിരിക്കണം. നമുക്ക് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ലിങ്ക്സ് അവേക്കണിംഗ്. ഞാൻ ഇതുവരെ കളിച്ചിട്ടുള്ളതൊരു ഗെയിമാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പൊ നമുക്ക് ഗെയിം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം. വളരെ ക്യൂട്ട് ആയിട്ടുള്ളൊരു ഗെയിമാണ്. എനിക്കിതൊന്ന് ട്രൈ ചെയ്ത് കളിച്ചു നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. ക്യൂട്ട് ആയിട്ടുള്ള ഗെയിമാ. ഇതിന്റെ ഡോക്കിംഗ് സ്റ്റേഷൻ ആണിത്. ഡോക്കിനെ നമ്മൾ മോണിറ്ററുമായിട്ട് HDMI വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ
നമ്മുടെ കോൺസോളിനെ ഡോക്ക് ചെയ്ത് കഴിയുമ്പം നേരെ ഇത് ബിഗ് സ്ക്രീനിലേക്ക് പോകും. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കോൺസോളിൽ നിന്ന് കൺട്രോളേഴ്സ് ഡിറ്റാച്ച് ചെയ്ത് ഇതിൻ്റെ അഡാപ്റ്ററിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ ഒരു കൺട്രോളർ എക്സ്പീരിയൻസ് കിട്ടും. എന്നിട്ട് നമുക്ക് നമ്മുടെ ബിഗ് സ്ക്രീനിൽ ഗെയിം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളൊരു ചെറിയൊരു ഗെയിം ജസ്റ്റ് പ്ലേ ചെയ്യുന്നത് നമ്മുടെ മോണിറ്ററിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിച്ച് 2. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.